ദൈവത്തില് നമുക്ക് ആശ്രയിക്കാം. പിന്നെ നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. As we we are hearing these days, the things, the worst things which is happening in our country, India. ഒത്തിരി പ്രയാസങ്ങളുള്ള ന്യൂസുകളാണ് നാം ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. The other day I heard the news that one of the small kids, she's of 8 years of age. You'll know that story, that news. അവളെ കൊന്നു കളഞ്ഞു കുഞ്ഞിനെ. The people killed, somebody killed that little child. എൻ്റെ മനസ്സിൽ വളരെ ഭാരം തോന്നി, because it is viral in social media, that news. ഒത്തിരി വൈറലായപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, why this is happening, why this type of things are happening in our country, because a lot of people are praying for India actually, from all over the world. India വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Then why these things are happening in India? കർത്താവ് എനിക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു വചനമുണ്ട്. അപ്പൊ അത് വായിച്ചപ്പം ആ വാക്യം വായിക്കാതെ ഞാൻ പ്രസംഗിക്കുകയല്ല, ജസ്റ്റ് എൻ്റെ ആശ്വാസം ദൈവം തന്നപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 8. എനിക്കിങ്ങനെ വായിച്ചോണ്ട് എനിക്ക് ചിന്തിച്ചോണ്ട് നമുക്ക് കർത്താവിന്റെ തന്ന ഒരു വാക്യമുണ്ട്. ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 5 വേഴ്സ് 8. ഇവിടെ മലയാളത്തില് കുറച്ചുകൂടെ നല്ലതാണ്, മലയാളത്തിൽ വായിക്കാം. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായി? ഇതൊന്നും കണ്ടാല്, when we see all these things, do not be shocked at the sight. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഷോക്കായി പോകും. We are human beings, definitely we will be shocked. നമ്മൾ ഒത്തിരി ഭാരപ്പെടും. കഥ പറയാ, അതിന്റെ വചനം പറയുന്നത് ഇങ്ങനെ: if you see the oppression of the poor and denial of justice and righteousness in the province, do not be shocked at the sight. ഇതൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോകണ്ട. ഒരാൾ നോക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നും ചേർക്കത്തില്ല. But for one official watches over another official, and there are higher officials over them. എന്ന് പറഞ്ഞാൽ മലയാളത്തെ കുറിച്ച് നമുക്ക് ഇങ്ങനെ നോക്കാം: ഉന്നതൻ അവർക്ക് മീതെ ഉന്നതൻ അവർക്ക് മീതെ ജാഗരിക്കും, അതിന്റെ മീതെ ഉന്നതൻ അവർക്ക് മീതെ അത്യുന്നതൻ. അത്യുന്നതൻ ആരാ? ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. പീഡിപ്പിക്കുന്നത്, പീഡനങ്ങൾ, പ്രയാസങ്ങൾ, the difficulties, കഷ്ടതകൾ, അതെല്ലാം നോക്കുന്ന ഒരാളുണ്ട്. We don't have to do anything and we don't have to be shocked. നമുക്കിതൊക്കെ കണ്ട് ഭാരപ്പെടുവാനല്ല, പകരം ഒരു കാര്യം ഉറപ്പിക്കണം: കർത്താവ് ഇതൊക്കെ നടക്കുമ്പോൾ ഒരു ഉന്നതൻ നമുക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. നീതി ന്യായത്തിന് വേണ്ടി there is a God who is in heaven. അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വാക്യം എന്നെ വളരെ ഒത്തിരി ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ വായിച്ചതേ ഉള്ളൂ. ഈ ദിവസം കർത്താവ് രാജ്യങ്ങളിൽ അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. We are just continuously praying for our country, India, and I think and I believe that God will do something great in the country of India. ആ രാജ്യത്തെ ദൈവം അതിശക്തമായ ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ ചെയ്യും. അതിനായിട്ട് തത്വദാസന്മാരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ശക്തമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. As I was meditating the word, one verse which came to my mind is John chapter 12 verse 24. Somebody read that verse. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 24-ാം വാക്യം. It is very familiar. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ ചാവുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. Truly, truly I say to you, unless a grain of wheat falls into the earth and dies, it remains alone. But if it dies, it bears much fruit. Last 4 verse word എന്തോ? It bears much fruit. അത് ചത്തുവെങ്കിലോ മലയാളം വളരെ വിളവുണ്ടാകും, വളരെ ഫലം കായ്ക്കും. ഈ ഫലം കായ്ക്കണമെങ്കിൽ something should happen. What is that? Death. ഒരു
കോതമ്പിന്റെ മണി, grain of wheat, unless a grain of wheat falls into the ground and dies. ഈ ഗോതമ്പ് മണി വെറുതെ ഒരു ചാക്കിനകത്ത് ഇരുന്നാല് ഒന്നും ഒരു പ്രയോജനമില്ല. അതൊന്നും ചാകണം. It should die one day. എവിടെയാ? നിലത്ത് വീണ് അതൊന്ന് ചത്ത് കഴിയുമ്പോൾ, അതിന്റെ ഷെല്ലെല്ലാം ഒന്ന് പൊളിഞ്ഞു കഴിയുമ്പോൾ, the plant will grow, come outside from that grain. അതിനകത്തുനിന്ന് ഒരു ചെടി വളർന്നു വരും. Before that, this grain should fall on the ground and die. അവരിൽ ഓരോ ഗോതമ്പ് മണികളാണ് പേര്. We all are a grain of wheat. All. പാസ്റ്റർ സ്റ്റീവ് ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞു പറഞ്ഞത്, മരിച്ചു കഴിയുമ്പോൾ മരിക്കണോ എങ്ങോട്ട് പോകണമെങ്കിൽ സ്വർഗത്തിൽ പോകണേ. എന്തെല്ലാം കാര്യങ്ങൾ മരിക്കണമെന്നും അത് he explained what all things should die. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ മരിക്കണം. ഒരുപാട് കാര്യങ്ങൾ മരിക്കാൻ. For what? To bear much fruit. ഒത്തിരി കാര്യങ്ങൾ മരിച്ചെങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു, we all are the grains of the wheat. ഇതെല്ലാം മണ്ണിൽ വീണിട്ടുണ്ട്. I want to ask you one thing, one question. നാം ആരും ചത്തിട്ടുണ്ടോ? നല്ലപോലെ ചത്തിട്ടുണ്ടോ? കെളുത്ത് വന്നിട്ടുണ്ടോ? യെസ് പാസ്റ്റർ, it is. കെളുത്തിട്ടുണ്ട്. പക്ഷെ റൂട്ട് ഡീപ്പറാണ്. റൂട്ട്, where is your root? How much deeper is? എവിടെ വരെ ആഴമുണ്ട് പ്രിയരെ? എത്രമാത്രം ആഴമുണ്ട്? ഇന്നലെ യൂത്ത് മീറ്റിങ്ങിന് റിയാമോൾ വായിച്ച സങ്കീർത്തനം ഓർക്കുന്നുണ്ടായിരുന്നു. വിച്ച് വൺ ഷീഡ് ഉണ്ടായിരുന്ന പറയാം. സാംസൺ. അവിടെയും she mentioned the same thing. Bearing fruit. അല്ലെങ്കിൽ ഒരു ട്രീയെ പറ്റി പറഞ്ഞു. അത് വായിച്ചപ്പോൾ ഇന്നലെ എന്റെ മനസ്സിലാകുന്ന ഒരു ചിന്ത വന്ന, അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോയി ഈ ഭാഗം വായിച്ചത് എന്റെ മനസ്സിലേക്ക് കൂടി വന്ന ചിന്തയാണ്. I meditated this. So ഒരു ഗോതമ്പ് മണി നിലത്ത് വീഴണം, ചാകണം, എന്നാൽ മാത്രമേ അതിന് ഫ്രൂട്ട് ഉണ്ടാകത്തുള്ളൂ. Unless it falls in the ground and dies, it remains alone. But if it dies, it bears much fruit. ഇന്ന് പകൽക്കാലം നമ്മൾ തന്നെ ഒന്ന് ശോധനയാണ്. Let us examine ourselves. എന്നാ വീണ നിലത്ത് വീണിട്ട് എത്ര കാലമായി? ചത്തിട്ട് എത്ര കാലമായി? പൊട്ടി വളർന്നോ? യെസ്, ഇറ്റ് ഈസ്. റൂട്ടിന് എത്ര ഡീപ്പറുണ്ട്? അറിയത്തില്ല. Is there any fruit? Don't know. അറിയത്തില്ല. But I tell you, ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാം എല്ലാവരും എന്തുമായി തീരണം? ഫലം കായ്ക്കണം പ്രിയരെ, ഫലം കായ്ക്കണം, ഫലം കായ്ക്കണം. He wants that. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കി, എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്, എവിടെയാണ് ഫലം കായ്ക്കുന്നത്? Book of Isaiah, chapter 37, verse number 31. Book of Isaiah, chapter 37, verse number 31. അതിന്റെ രണ്ടാം ഭാഗം വായിച്ചാൽ മതി. വായിച്ചു മതി. ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരുന്നിട്ട് മീതെ ഫലം കായ്ക്കും. It shall again take the root downward and bear fruit upward. എപ്പോഴായി ഫ്രൂട്ട് ഉണ്ടാകുന്നത്? മേളിൽ എപ്പോഴാ? When the root goes downward. ഈ മണ്ണിനകത്തേക്ക് അല്ലെങ്കിൽ ഈ റൂട്ട് എത്രമാത്രം ആഴത്തിൽ പോകുന്നു അത്രമാത്രം ഫലങ്ങൾ നമുക്ക് മേളിൽ കാണാനായിട്ട് സാധിക്കും. റൂട്ട് താഴോട്ട് പോകും. How deeper the root goes, we can see the fruits above on the tree. എത്രമാത്രം താഴോട്ട് പോകുന്നു അത്രമാത്രം ഫലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ റൂട്ട് എത്രമാത്രം താഴോട്ട് പോയിട്ടുണ്ട്? എത്രമാത്രം ഫലങ്ങളുണ്ട്? എത്രമാത്രം ഫലങ്ങൾ നമ്മൾ കായ്ക്കുന്നു? ഈ യേശുവിനകത്തോട്ട്, ഞാൻ ഒരിക്കൽ ബൈബിൾ സ്റ്റഡി എടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ എന്നോട് ചേർത്ത് പറയും. ഈ യേശുവിനകത്തോട്ട് വേരൂന്നിയാൽ, when we rooted
to Jesus, what fruit will come out? യേശുവിന്റെ സ്വഭാവമുള്ള ഫലം വരും. യേശുവിനകത്തോട്ട് വേരൂന്നി കഴിഞ്ഞാൽ യേശുവിന്റെ സ്വഭാവമുള്ള ഫലം വരും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വായിക്കുന്നത് കൊണ്ട് let your nature be in me. നിന്റെ അതേ ഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടാകട്ടെ. അത് വരും, ഉറപ്പാണ്. പക്ഷെ നോക്കണം, എവിടെയാണ് നീ റൂട്ട് ചെയ്തിരിക്കുന്നത്? നിന്റെ റൂട്ട് എവിടെ? Where is the root? If it is in Christ, then you will bear, or I will bear the fruit of Christ. യേശുവിൻ്റെതായ ഫലങ്ങൾ കായ്ക്കുവാനായിട്ട് സാധിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അത്രയും ഫലം കായ്ക്കാൻ? കൈയൊന്നും പോകണ്ട. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഫലം കായ്ക്കണം? ജീവിതത്തിൽ ഈ എർത്തലി ലൈഫ് ഒറ്റയാണ്. അതിനകത്ത് മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ ബി ഫ്രൂട്ട്ഫുൾ. ഈ എർത്തലി ലൈഫിനകത്ത് ഒരു ജീവനകത്ത് നാം ഫലം കായ്ക്കണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ടായ ചില വാക്യങ്ങളുണ്ട്. ഇന്നലെ റിയ വായിച്ച ആ സങ്കീർത്തനം നമുക്കറിയാം. 1-ാം സങ്കീർത്തനമാണ് വായിച്ചത്. അവിടെ വായിച്ചത് how blessed is the man who does not walk in the counsel of the wicked, nor stand in the path of sinners, nor sit in the seat of scoffers, but his delight is in the law of the Lord, and in his law he meditates day and night. Next verse. He will be like a tree firmly planted by streams of water, which, listen very carefully, which yield its fruit in its season, and its leaf does not wither. അതെന്താ ചെയ്യുന്നറിയാമോ? ഇങ്ങനെയുള്ളവര് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ചുമ്മാ നിൽക്കുന്നതല്ല, ഫലം കായ്ക്കുന്നതും, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും, പിന്നെ ഇല വാടാത്തതുമായ എന്തോരം നല്ല വൃക്ഷമാണ്. എത്ര നല്ല വൃക്ഷം! തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇല വാടാത്ത വൃക്ഷം. ചില വൃക്ഷങ്ങളൊക്കെ നാട്ടിലൊക്കെ നമുക്കറിയാമല്ലോ. ചില വൃക്ഷങ്ങളൊക്കെ വെച്ചാൽ വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും, ഇലയല്ലാതെ കായില്ല, ഉണ്ടാകില്ല. ഇല ഇഷ്ടം പോലും, lot of leaves but no fruit. ഒത്തിരി ഇല ഉണ്ടാകും, പക്ഷെ കായില്ല. ഇല കൊണ്ടൊന്നും കൊടുക്കാൻ ഒന്നും ഒരു പ്രയോജനമില്ല. If you plant a mango tree, maybe after 3 years, നാട്ടിലൊക്കെ പേര് മലയാളികളിൽ അറിയാം, മൂവാണ്ടം മാവ് എന്ന് പറയും. മൂവാണ്ടം മാവ് 3 years, you know, it bear fruits in 3 years. ഇത് വെച്ച് 5 വർഷമായിട്ട് കായ്ക്കുന്നില്ലെങ്കിലും പേരെന്തുവാ? മൂവാണ്ടം മാവ്. 3 വർഷമാകുമ്പോ കായ്ക്കും. പക്ഷെ 5 വർഷമായി 6 വർഷമായി കായില്ല, മുഴുവൻ ഇലയാ. ഫലം എന്താ അറിയാമോ? ഗുഡ് ഫോർ ദി ആൻഡ്. നീർന്ന് പറയും ആണ്ട്. ആണ്ടിൽ വന്നിട്ട് കൂട് വെച്ചിരിക്കും, തൊട അടുക്കാൻ ഇലയുണ്ട്, ഒരു പ്രേമില്ല. താഴെ വേരൂന്നി മേളിൽ ഫലം കായ്ക്കുക. ദൈവത്തിന്റെ ഒറ്റ ആഗ്രഹം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, the only desire of God to this church is bear fruit. അത് മാത്രമേ ഫലം കായ്ക്കുക. ഈ ഫലം കായ്ക്കണമെങ്കിൽ you must die. അതുകൊണ്ടൊന്ന് ലിറ്ററലി ഒന്ന് പറയുന്നത്, we must die. You know, many of the things we must die. ആ വീട് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് പൊട്ടും പ്ലാന്റ് വന്നിട്ട് ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവും. Are you ready to die for Christ? Are you ready to die? You know, നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങളുടെ അകത്ത് എത്ര പേർക്ക് മരിക്കുവാൻ കഴിയും, സാധിക്കും? ഒറ്റയുമേ ഉള്ളൂ. എന്തിനറിയാം? ഫലം കായ്ക്കാൻ. ഫലം വേറെ ഒന്നും ദൈവത്തിന് ആഗ്രഹിക്കും. ഫലം കായ്ക്കാൻ, ഫലം. ഇലയല്ല ദൈവത്തിന് ആവശ്യം. നമുക്കറിയാം യിരെമ്യാവിന്റെ ബുക്ക് ഓഫ് ജെറമായ, അതിന്റെ ചാപ്റ്റർ 17, അവിടെ ഒരു വാക്യമുണ്ട്. ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞാൽ തോന്നുന്നു. 17:7 he says, blessed is the man, listen very carefully young people too, blessed is the man who trusts in the Lord and whose trust is the Lord. Who trusts in the Lord and whose
whose trust is the Lord. യഹോവയിൽ ആശ്രയിക്കുകയും എന്തൊരു കണക്ടിവിറ്റി ആയിരിക്കും. പാസ്റ്റർ പറഞ്ഞല്ലോ, ഒരു കൊച്ചു പറഞ്ഞു, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, അതുകൊണ്ട് എനിക്ക് അത് മാത്രം മതി. അപ്പോൾ എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പക്ഷെ എനിക്ക് ഐ നീഡ് ദാറ്റ് ഗാഡ് ഓൺലി എന്ന് പറഞ്ഞ പോലെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താ അറിയോ ഈ ഭാഗ്യവാൻ? എന്താ ഇതൊന്നുമല്ല, കാർ, വീട്, ഫലം കഴിക്കും. He will bear fruit. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? The root is going to Christ or God. നമ്മുടെ ജീവിതയാത്രയിൽ ഈ ട്രീയുടെ റൂട്ട് ഉണ്ടല്ലോ, യേശുവിനകത്തേക്ക് പോകുക എന്ന് പറയുന്നത് ആശ്രയിക്കും. That is a trust. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ, വേറെ ഒന്നിലുമല്ല. ഒരു ദൈവപൈതലിന് വേറെ ഒന്നിലും ആശ്രയിക്കില്ല. അത് ആദ്യമായിട്ട് ഏറ്റെടുക്കും. ഒരു ദൈവപൈതലിന് ഒരു യഥാർത്ഥ ജീവിതം, ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ വേറെ ഒന്നിലും ആശ്രയിക്കരുത്. There are a lot to trust. Don't trust in anything. വചനം പറയുക, ഒരു മനുഷ്യനോട് ഭാഗ്യവാൻ ആരാന്നറിയോ? According to 17:7 book of Jeremiah, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇനി അവനെ കുറിച്ച് വിവരിക്കുക. He is ഒരു ട്രീ പോലെ. പിന്നെ വചനം നമ്മളോട് പറയും, for he who, the one who trusts in God, for he will be like a tree planted by the water that extends, listen very carefully, that extends its root. അതിന്റെ വേര് ആറ്റരിക വേരൂന്നിരിക്കുന്ന മലയാളത്തിൽ. That extends its root by a stream and will not fear when the heat comes. അയ്യോ, heat comes. ഈ ചൂട് വരുമ്പോൾ എന്ത് ചെയ്തിരുന്ന ഭയപ്പെടുന്നില്ല. ചൂട് വരുമല്ലോ, heat will come. ഭയപ്പെടാതിരിക്കണമെങ്കിൽ your root should go in Christ. അല്ലെങ്കിൽ you should always trust completely in the Lord. അതിനകത്ത് വേരൂന്നിയാൽ തീർച്ചയായിട്ടും എന്ത് വരുന്നില്ല? ഉഷ്ണം തട്ടില്ല. കൂരിരുളിന്റെ താഴ്വര ഒരു പക്ഷെ വരും. എന്തിനാ ഈ ദാവീദ് പറഞ്ഞു ഭയപ്പെടത്തില്ലെന്ന്? David said, I will not fear even though I walk through the valley of the shadow of death. കൂരിരുളിന്റെ അനുഭവത്തിൽ കൂടെ പോയാലും ഞാൻ ഭയപ്പെടത്തില്ല. ഇന്നത്തെ വിശ്വാസം നമ്മളല്ല. കൂരിരുളെന്ന് എഴുതി കാണിച്ചാൽ മതി, ഭയമേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്നുണ്ട്. Just write it, the valley of the shadow of death. They will fear. But the one who trusts completely in God, just like David, അവന്റെ ആശ്രയം എവിടെയായിരുന്നു? ദാവീദിന്റെ ആശ്രയം എവിടെയായിരുന്നു? ദൈവത്തിലാണോ? ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അറിയാം, എപ്പോ അതല്ലേ നമ്മൾ പാടുന്നത്, എവിടെ നോക്കിയാലും I will trust in the Lord. അപ്പൊ അതുകൊണ്ട് പറയുക, ഈ ദൈവം my shepherd, ഇതെന്റെ ഇടയനാണ്. കൂരിരുളിന്റെ താഴ്വരയിൽ പോകട്ടെ, I will not fear. ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. കാരണം എന്താ അറിയാമോ? The root എവിടെയാ? ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ റൂട്ട് ദൈവത്തിലോട്ടാ. For he will be like a tree planted by the water that extends, the word is very good, that extends its root by a stream and will not fear when the heat comes. ഈ ഉഷ്ണം തട്ടുമ്പോൾ ഭയക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ വേര് ദൈവത്തിലായിരിക്കണം. വേറെ ദൈവത്തിലായിരിക്കണം. നമ്മളങ്ങ് കരയുക ഉഷ്ണം തട്ടുമ്പോൾ, ഇൻക്ലൂഡിങ് മീ. ഞാൻ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നില്ല. ഇൻക്ലൂഡിങ് മീ. ഉഷ്ണം തട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് കരയും. അതിന്റെ റീസൺ എപ്പോഴും കരച്ചിൽ വരുമ്പോ ഓർക്കണം, ഈ കരയുന്നത് എന്തിനാ?
You're chud. Chud. Where is the root? That is somewhere there. Not in God. If your root is, going to the stream, you will not fear when the heat comes. അത് പേടിക്കത്തില്ല. ഓക്കെ, അതുവരെ ശരിയാ. But its leaves will be green. ഇലകളെല്ലാം പച്ചയായിരിക്കും. വളരെ നല്ലത്. ഇലകളും പച്ച, ഒരു കുഴപ്പമില്ല. ഉഷ്ണം വരുന്നു, heat comes, no fear. Leaves are beautiful, green leaves, thick leaves, no worries. Leaf ഒന്നും പോയില്ല. ലീഫ് വേണ്ടെന്നല്ല. ലീവ്സ് വേണം. We need leaves. What is leaves? എന്താ ലീഫ്? കർത്താവ്, he went, saw one fig tree. He was searching for the fruit, but he couldn't find any. ഒന്നും കണ്ടില്ല. He cursed. ശപിച്ചു. ഇവിടെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇലയല്ല നോക്കിയത്, ഫ്രൂട്ടാ നോക്കിയത്. അന്ന് പിന്നെ അത്തിയെ വന്നല്ലേ, ഫ്രൂട്ട് ഇല്ലാതെ ഇല കുറച്ച് നിന്നേക്കാന്ന് ദൈവം നോക്കി. What he was searching was fruit. ഇന്ന് നമ്മളെയൊക്കെ നോക്കുമ്പോ എന്താ ദൈവം കാണുന്നത്? എന്റെ ഇടയ്ക്ക് വന്നിട്ട് ഫ്രൂട്ട് നോക്കുക, ഇല ഒത്തിരി ഉണ്ട്. ഇല ഒത്തിരി, കർത്താവിനെ ഇലയൊന്നും എന്തുപോലെ നമുക്കെല്ലാം വേണ്ടാമോ അല്ല. We need leaves. What is leaves? ഒരുപാട് കൃപാവരങ്ങൾ. Good. Very good. We need, the gift of the Spirit. ഒരുപാട് കൃപാവരങ്ങൾ വേണം. അത് വേണ്ടാന്നുള്ളത് വേണം പ്രിയരെ. ലീഫ് ഇല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. ഉണങ്ങും. More than that, God is searching the fruit. ദൈവം നോക്കുന്നത് ഫ്രൂട്ട്. ഇല വേണം, ഫ്രൂട്ട് വേണം. ഇവിടെ ഈ tree which is planted or which extends its root by the stream, ഇവിടെ ഇല്ല. Heat comes, it's okay for him. He will not fear, and then but its leaves will be green. പച്ച ഇല. എന്താ കാര്യം അറിയാം? നിൽക്കുന്ന ഇവിടെ വെള്ളത്തിനരികത്ത്. And it will not be anxious in a year of drought. എന്താ വരൾച്ചയുള്ള കാലത്തും രണ്ട് കാര്യം വരും. ഒന്ന്, ഉഷ്ണം, the heat will come and the drought will come, nor cease to yield fruit. എത്ര നല്ല പോയിന്റ്. And it will not be anxious in a year of drought. ക്ഷാമകാലത്തും ഒരു ഫലമില്ലല്ലോ എന്ന് ഓർത്തത് ഭാരപ്പെടത്തില്ല. In the season of drought, it will not be anxious, nor cease to yield fruit. ഫലം കായ്ക്കാതിരിക്കത്തില്ല. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നോക്കുന്നത് ഫലമാണ്. ദൈവത്തിലുള്ള ആശ്രയം നമ്മൾക്ക് ഏത് കാലത്തും ഫലം കായ്ക്കും. ഫലമെന്ന് പറഞ്ഞാല് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഫലം ദൈവം നോക്കുന്നറിയാമോ? ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ when we face certain difficulties, നമ്മൾ ഓടി നോക്കും. ദൈവം പറഞ്ഞു, trust in me, my dear son or daughter, trust in me. നീ എന്നിട്ടൊന്ന് ആശ്രയിച്ച് നോക്കേ. അങ്ങനെ ആശ്രയിച്ച് കഴിയുമ്പോഴാണ് അവിടെ ഫ്രൂട്ട് ഉണ്ടാകും. എന്താ ഫ്രൂട്ട്? ആ പ്രശ്നത്തിന് പരിഹാരം. This is good for me. ദൈവം അതാ നോക്കുന്നത്. അതാ ഫ്രൂട്ട്. ഒന്ന്, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ആ പ്രശ്നത്തിൽ തന്നെ നിൽക്കും, അവിടെ എൻജോയ് ചെയ്യും. That means we are bearing fruit. നമ്മൾ ആ പ്രശ്നത്തിൽ ഫലം കായ്ക്കുക. ഉഷ്ണം തട്ടട്ടെ, വരൾച്ച വരട്ടെ, do not be anxious and do not be afraid. Just examine where is your trust, to whom you are trusting. എവിടെയാണ് നിന്റെ ആശ്രയം? രോഗം വരട്ടെ, പ്രയാസം വരട്ടെ, എവിടെയാണ് നിന്റെ ആശ്രയം? These last 2 weeks I was traveling, certain pain in my this side, and again I thought maybe kidney stone again. ഞാനും പേരിട്ടു. ഞാൻ ഉൾപ്പെടെ അതിനെ പറയുന്നത് കിഡ്നി സ്റ്റോൺ ആയിരിക്കും എന്ന് ഞാൻ പേരിട്ടിട്ട് ഉടനെ നമുക്കിപ്പോൾ കാര്യമുള്ളൂ. ഉടനെ വരുന്ന നോക്കുന്ന ഗൂഗിളാണ്.
സെവന് ഞാൻ ഒത്തിരി ക്രാൻബെറി ജ്യൂസ് അതുപോലെ ജ്യൂസുകൾ കുടിച്ചു. പക്ഷെ അത് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ കുടിച്ചു ശരിയാണ്, പക്ഷേ I know without your knowledge nothing will happen to me. I trust in you. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ കൂടെ എന്തുണ്ട്? ക്രാൻബെറി ജ്യൂസും ഇതെല്ലാം കുടിക്കുക. എനിവേ 2 ആഴ്ച അതിങ്ങനെ കൊണ്ടുവരാണെങ്കിലും കർത്താവ് കരുണയുള്ളവരാണ്, അതങ്ങ് മാറ്റി, കുഴപ്പമില്ല. പക്ഷേ ദൈവം നോക്കുന്നത് അവിടെ ഫലം കായ്ക്കാനല്ല. നീ ക്രാൻബെറി ജ്യൂസ് കുടിക്കാതിരിക്കും, എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുക, എന്നിട്ട് ആശ്രയിക്കുക, അറിവില്ല നോക്ക്, അറിയാതെ. അപ്പൊ ഇനി നമ്മൾ വരുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ എക്സ്പീരിയൻസസ് നമ്മളെ മച്യൂരിറ്റിയിലേക്ക് എത്തിക്കണം. കർത്താവ് തന്നെ ആശ്രയിക്കണം. കർത്താവ് തന്നെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ റൂട്ട് വെള്ളത്തിനരികത്തേക്ക് പോകുമ്പോഴാണ് എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ കൂടുതലായിട്ട് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അപ്പൊ ഈ ആള് കംപ്ലീറ്റ് ട്രസ്റ്റ് ദൈവത്തിലുള്ളവന് വാട്ടം തട്ടത്തില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ യഹോവയല്ലാത്തവനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്, ഓടിച്ചാണെന്ന് പറയട്ടെ. അവൻ verse number 6 of same chapter, for he will be like a bush in the desert. The one who don't trust in God, he will be like a bush in the desert and will not see when prosperity comes. നന്മ വരുമ്പോൾ കാണത്തില്ല. ഇവിടെ റൂട്ട് വേറെ എവിടെയും ആണെങ്കിൽ നന്മ വരുമ്പോൾ കാണത്തില്ല. ആശ്രയം ദൈവത്തിലാണെങ്കിൽ എല്ലാ നന്മയും കാണും, നിനക്ക് എല്ലാം കാണും, ഫലവും കാണുമല്ല. റൂട്ട് താഴെ വേരുന്നിട്ട് ഡീപ് റൂട്ടഡ് ഡൗൺ, എന്നിട്ട് എവിടെ ഫലം കായ്ക്കുന്നത്? മേളിൽ ഫലം കായ്ക്കും. അത് മറ്റുള്ളവർ കാണും. ആരും പറയണ്ട നീ ഫലം ഉണ്ടോ നോക്കി, ഒന്നും പറയണ്ട. ഫലം ഉണ്ടോ നോക്കിയെന്ന് പറഞ്ഞാൽ നടക്കേണ്ട ആവശ്യമില്ല. When your root is in God, you will yield fruit above. നിന്നിൽ അല്ലെങ്കിൽ നിന്നിൽ മുകളിൽ എന്തോ കാണും, മറ്റുള്ളവർ കാണുകയും ഫ്രൂട്ട് കാണും. ഷാരോൺ സഭ, നമ്മുടെ ഈ സഭ, ഇതിലെല്ലാവരും എന്തോ ആയിരിക്കണം? ഫ്രൂട്ട് yield ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഗോതമ്പ് മണി എവിടെ വീഴണം? നിലത്ത് വീണ് ചാറണം. നേച്ചർ നമ്മളുള്ള എന്താണ് നമുക്കറിയാം, അതെടുത്ത് കളഞ്ഞാൽ മതി. അതിനകത്തുനിന്ന് പ്ലാന്റ് വരും, എൻ്റെ റൂട്ട് ഡീപ്പിലേക്ക് പോകും. then you can see the fruits. ആ ഫ്രൂട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഫലം കായ്ക്കുക. യെശയ്യാവിന്റെ ബുക്കില് 5-ാം അധ്യായത്തില് ഒരു വാക്യമുണ്ട്. യെശയ്യാവിന്റെ ബുക്ക് അതോടെ വായിച്ചാൽ 5-ാം അധ്യായം നോക്കി, അവിടെ 1-2 വാക്യങ്ങൾ ജസ്റ്റ് എളുപ്പം വായിച്ചിട്ട് വായിച്ചു. ഒരു പാട്ട് പാടും. അവനതിന് വേലി കെട്ടി കല്ലൊക്കെ പെറുക്കി കളഞ്ഞു, നല്ല മുന്തിരിവള്ളി നട്ടു, ഒരു ഗോപുരം പണിതു, ഒരു ചക്ക് വിട്ടു. കായ്ച്ചോ കാട്ടുമുന്തിരി. He dug it all around, removed its stones. എന്തിനാണെന്നറിയോ? വൈൻ നടുവൻ. And he planted it with the choicest wine. നല്ല ഒന്നാന്തരം വൈൻ്റെ ഇത് പ്ലാന്റ് ചെയ്തു. And he built a tower in the middle of it. അതുപോലെ ഗോപുരമൊക്കെ പണിതു. And also hewed out a wine vat in it. അത് ചക്കു വിട്ടു. ഗോപുരം പണിത് ചക്കു വിട്ടു. കാരണം എന്താ? നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തോ വരാം, ഇതെന്ന് വീണ്ടെടുക്കുക. ഇതെല്ലാം പുള്ളി നേരത്തെ അഡ്വാൻസ് ചെയ്തു. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സകലതും അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുക, മുഴുവൻ അഡ്വാൻസ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുക. ഇനി നോക്കുന്നത് നമ്മളില്ല. കർത്താവ് ചെയ്യാൻ ഇനി ഒന്നുമില്ല. I tell you, God has done everything for us. നമുക്ക് വേണ്ടി സകലതും കർത്താവ് നിവർത്തിച്ചിരിക്കുക. ഇനി ഒന്നും ചെയ്യാനില്ല. Just he is watching us. നോക്കുക എന്താ ഫലം കായ്ക്കുന്നത്, എന്താ ഫലം കായ്ക്കുന്നത്. നമുക്ക് വേണ്ടി എന്താ ചെയ്യണം, ഇനി എന്താ ചെയ്യാനുള്ളത്, എനിക്ക് വേണ്ടി എന്താ ചെയ്യണം, എല്ലാം more than enough. നിങ്ങൾക്ക് വേണ്ടി more than enough. He is waiting for us. നമുക്ക് വേണ്ടി കാത്തിരിക്കുക. എന്ത്? To get good wine. ഇതിനെല്ലാം ശേഷം then he expected
then he expected it to produce good grapes. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഇവിടിരിക്കുന്ന ഓരോരുത്തരെയും പ്രതീക്ഷിച്ചതായിരിക്കും. ഓരോരുത്തരെയും everyone. ഒന്നിനും കുറവില്ലാതെ ഈ അമേരിക്ക കൊണ്ടുവന്ന് ഒന്നിനും കുറവില്ലാതെ സകല നട്ട ഗോപുരം വേലി എല്ലാം കെട്ടി എല്ലാവരും ഇരുത്തിയിരിക്കുകയാണ്. Again, now he is expecting good grapes from us. പക്ഷെ ഇവിടെ എല്ലാം ചെയ്തു. But it produced only എന്നൊരു വാക്കുണ്ട്. But it produced only worthless ones. കായ്ച്ചതോ കാട്ടുമുന്തിരിക്ക, worthless ones. ഒരു പ്രയോജനമില്ലാത്ത കാട്ടുമുന്തിരിക്ക. ജീവിതത്തിന്റെ നാളുകളിൽ when we go on the way of our Christian life, just remember God has done everything for us and he is expecting something from us. That is a fruit. What fruit we are bearing? എന്ത് ഫ്രൂട്ടാണ് നമ്മൾ കഴിക്കുന്നത്? നമ്മുടെ നാഥന് കൊടുക്കാൻ വേണ്ടി നല്ല ഫ്രൂട്ട് ഉണ്ടോ? അതോ നോക്കുമ്പോൾ കാട്ടുമുന്തിരിങ്ങയാണോ പ്രിയരെ? വർത്ത് ഫണ്ട്സ് ആണോ നമുക്കുള്ളത്? ഇന്ന് പകൽക്കാലം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഇന്ന് ശോധനയായിട്ട് പോകാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഫലം കായ്ക്കുന്നത് എന്താ? ദൈവം വേറെ ഒന്നും നോക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. Everyone, it's fine. It was the fruit and the good fruit. ഇന്ന് പകൽ നമ്മളെ തന്നെ ശോധന ചെയ്ത് കർത്താവേ, ഇത്ര നാളൊക്കെ ഞാൻ ഓർത്തത് നല്ല മുന്തിരിങ്ങയാണ്. I thought it was good one. പക്ഷെ ഒന്ന് ശോധനിക്കണം. എന്റെ അകത്ത് എന്തെങ്കിലും കാട്ടുമുന്തിരിക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒരിക്കലും വരത്തില്ല. ഒന്നെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ കാട്ടുമുന്തിരിക്ക. ഏതാണെന്ന് ജസ്റ്റ് എക്സാമിൻ. കാട്ടുമുന്തിരിക്കാണോ? ദൈവത്തിന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. കർത്താവേ, all these days I bear fruit. I know I thought it was good but worthless. Please help me. ഇങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സഭയ്ക്ക് എല്ലാത്തിനും വളരെ വ്യത്യാസം ഉണ്ടാക്കി. വലിയൊന്നും പറഞ്ഞ് നമ്മുടെ ജീവിതം കണ്ട് അനേക ആത്മാക്കള് ഈ സഭയിലേക്ക് കൂടി വരും. നമ്മുടെ ജീവിതം കണ്ട് ആ ഫ്രൂട്ട് കണ്ട് അനേകര്. ഞാൻ എപ്പോഴും പറയും, വലിയ ആഗ്രഹം പോകുന്ന നമുക്ക് കർത്താവ് കുറച്ചുകൂടെ ഈ കസരയൊക്കെ അറിയണം. ഒത്തിരി ദൈവത്തിന് നമ്മളെ കൊടുക്കും. നമ്മുടെ ഫ്രൂട്ട് കാണട്ടെ. മനുഷ്യർ ഫ്രൂട്ട് കണ്ട് ഓടി വരുവാൻ ദൈവമായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ റൂട്ട് ദൈവത്തിലാകുവാൻ, ഒന്ന് ചാകുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ്